that sorry. Yeah. Good morning. Welcome to the 33rd webinar series of the Department of Social Work, Mercy College, Palakkad. Our today's webinar topic is on Field Practicum Orientation Program for first semester Institute of Mental Health and Neurosciences, Calicut. Today, our resource person is Dr. Jobin Tom. He is the assistant professor of the Department of Psychiatric Social Work, IMHANS, Calicut. ജോബിൻ സാറിനെ എല്ലാവർക്കും ഒരുപാട് പരിചയമാണ് എന്ന് ഞാൻ കരുതുന്നു. സ്റ്റുഡൻസ് പോലും റീസെന്റ് സാറുടെ ഫേസ്ബുക്കിലുണ്ട് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് കേരള എന്നുള്ളത് അറൌണ്ട് 3.4K മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. ഞാൻ റീസെന്റ് ന്യൂലി ജോയിൻ സ്റ്റുഡൻസ് പോലും ആ ഗ്രൂപ്പിനകത്തുണ്ട്. അത്രയധികം ഇൻഫ്ലുവൻസ് സോഷ്യൽ വർക്കേഴ്സിനിടയിൽ ഏതൊരു ചെറിയ ഇൻഫോർമേഷൻ പോലും സാർ അതിനകത്ത് ഷെയർ ചെയ്യാറുണ്ട്. സാറുടെ MSW പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം സാറ് ഇംഹാൻസിൽ എംഫിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇംഹാൻസിൽ തന്നെ സാറ് PhD കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം സാറ് അസിസ്റ്റന്റ് പ്രൊഫസറായി ക്രിസ്തു ജയന്തി കോളേജിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. റിസർച്ച് കൺസൾട്ടന്റ് ആയിട്ടും റീഹാബിലിറ്റേഷൻ കൗൺസിലറായിട്ടും സാറ് വർക്ക് ചെയ്തതിനു ശേഷമാണ് ഇംഹാൻസിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി കുറച്ചു കാലമായി സാർ ഇംഹാൻസ് കാലിക്കറ്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനം അനുഷ്ഠിക്കുന്നു. ഇംഹാൻസിനെ കുറിച്ച് നമുക്ക് ഒരു ഓറിയന്റേഷൻ ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലെ ഇംഹാൻസിലോട്ട് ഒബ്സർവേഷൻ വിസിറ്റ് പോകണം എന്ന് കരുതിയതാണ്. ഈ ലോക്ക്ഡൌൺ തുടങ്ങിയതിനു ശേഷം തന്നെ നമുക്ക് ഇംഹാൻസിലുള്ള അവിടുത്തെ HOD ഡോക്ടർ സീമ മാമിന്റെ ഒരു സെഷൻ സാറ് തന്നെയാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പൊ ഇന്നത്തെ ഇംഹാൻസിനെ കുറിച്ച് നമ്മൾ ഇന്ന് ഓറിയന്റേഷൻ നമുക്ക് കേൾക്കാം. തീർച്ചയായും നമ്മളുടെ ഈ ഒരു പാൻഡമിക് കഴിഞ്ഞതിന് ശേഷം തീർച്ചയായും നമുക്ക് ഇംഹാൻസിൽ പോയി അവിടുത്തെ ആക്ടിവിറ്റീസ് നേരിട്ട് കാണാം എന്ന പ്രതീക്ഷയോടെ ഞാൻ മേഴ്സി കോളേജിന്റെയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്കിന്റെയും ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ജോബിൻ സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. ഓവർ ടു യു. ഒത്തിരി സന്തോഷം. നല്ല വാക്കുകൾക്കൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ച് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. എങ്കിലും ഫേസ്ബുക്കിൽ കുറച്ച് പോസ്റ്ററൊക്കെ ഇടാറുണ്ട്. എല്ലാവർക്കും നന്ദി. മലയാളമാണോ ഇംഗ്ലീഷാണോ വേണ്ടത്? സർ ഇപ്പോ എല്ലാവരും മലയാളീസ് ആണ്. എങ്ങനെ അയച്ചാൽ സാറുടെ കൺവീനിയൻസ്. പാർട്ടിസിപ്പൻസ് യു ക്യാൻ റെസ്പോണ്ട്. ഹോപ്പ് എവരിവൺ. നിങ്ങൾ ആരെങ്കിലും ഇംഹാൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇംഹാൻസ് എവിടെയാണ്? റെസ്പോണ്ട് ചെയ്യണേ. അല്ലെങ്കിൽ കോഴിക്കോടാണ് ഇംഹാൻസ് ഉള്ളത്. ഓക്കെ. കുറച്ച് പേര് ടൈപ്പ് ചെയ്യുന്നുണ്ട്. മലയാളം എന്നോട് പറഞ്ഞു. ഓക്കെ. ഞാനിങ്ങനെ മലയാളത്തിൽ പറഞ്ഞെങ്കിലും സോഷ്യൽ വർക്കിൽ ഒരു കരിയറൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് തന്നെ വേണം കേട്ടോ. അതൊരു വലിയ പ്രശ്നമാണ്. ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ. എന്താണ് ഇംഹാൻസിന്റെ ഫുൾ ഫോം അറിയോ? ഇംഹാൻസിന്റെ ഫുൾ ഫോം ആരും പറയുന്നില്ല. Sir, Institute of Mental Health and Neurosciences. ഓക്കെ. നിങ്ങൾ ഏതെങ്കിലും സൈക്കാട്രിക് സെറ്റിംഗ്സ് ആദ്യത്തെ ഫസ്റ്റ് ഇയേഴ്സ് അല്ലെ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടോ? No, sir. No, sir. കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ Yes, sir. Yes, sir. Yes, sir. Sir, yes, sir. അപ്പൊ ഇതാണ് ഇംഹാൻസിന്റെ ബിൽഡിംഗ്. കണ്ടാൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെ റിസോർട്ട് പോലെയൊക്കെ തോന്നും. ഇതിലും ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പം കുറച്ച് കൂടുതൽ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ വന്നിട്ട് 1 വർഷമായുള്ളൂ. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇവിടെ ഇംഹാൻസ് കോഴിക്കോട്ടിലേക്ക് വന്നത്. യാദൃശ്ചികമായിട്ടും അൺഎക്സ്പെക്ടഡുമായിട്ടുമായിരുന്നു. അപ്പൊ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കുറച്ചുകൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ഓക്കെ. ഇത് നമുക്ക് 1982 ഇംഹാൻസ് കേരളത്തിൽ സ്റ്റാർട്ട് ആയിരിക്കുന്നത്.
അതായത് പലപ്പോഴും മെന്റൽ ഹെൽത്തിനെ കുറിച്ചും കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്തിനെ കുറിച്ചും ഇന്ത്യ ഒട്ടാകെ ചിന്തിക്കുന്നതിന് മുമ്പ് കേരള ഗവൺമെന്റ് ഇങ്ങനെ സ്ഥാപനം തുടങ്ങുകയും 1984-85 കാലഘട്ടത്തില് ഇതിനെ ഒരു ആക്ടിവിറ്റീസ് തുടങ്ങുകയും ചെയ്യും. മറ്റേത് ഒരു ആക്ട് പോലെ നിയമപരമായിട്ട് ഒരു ബോഡി ഉണ്ടാക്കുകയും 84-85 ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇതിന്റെ അഡ്മിനിസ്ട്രേഷനെ വെച്ച് നോക്കും. നിങ്ങൾക്കിപ്പം നോട്ടൊക്കെ എഴുതുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ വെച്ച് വേണമെങ്കിൽ ഇതിന് 2 ബോഡീസ് ആണുള്ളത്. ഒന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഒന്ന് ഗവേണിംഗ് ബോഡി. ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ കേരള ഗവൺമെന്റിലെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ മിനിസ്റ്റർ ആയിരിക്കും. അതിന്റെ സെക്രട്ടറി ടു ഗവൺമെന്റ്, അതായത് IAS ആളാണ് ഇതിന്റെ വൈസ് ചെയർമാൻ. ഡയറക്ടർ ഓഫ് ഇംഹാൻസ് ആയിരിക്കും കൺവീനർ. ഇതിനെ ഞാനൊരു ചാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഇതിന്റെ ചെയർമാനാണ്. സെക്രട്ടറി ടു ഗവൺമെന്റ് ഇതിന്റെ വൈസ് ചെയർമാനാണ്. ഡയറക്ടർ ഓഫ് ഇംഹാൻസ് ഇതിന്റെ കൺവീനറാണ്. പിന്നെ കോഴിക്കോട് ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നോർത്ത് സൗത്ത് MLA മാരും പിന്നെ ഡയറക്ടർ ഓഫ് DME ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസും പിന്നെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പാളും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കാട്രിയുടെ ഹെഡും ഇതിനകത്തെ മെമ്പേഴ്സ് ആണ്. പിന്നെ സെക്രട്ടറി ടു ഗവൺമെന്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയും പിന്നെ പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയും ഇതിലെ മെമ്പേഴ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ് ഗവേണിംഗ് ബോഡി. നിങ്ങൾക്ക് ഇത് നോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്, മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടും എനിക്ക് തോന്നുന്നില്ല. ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത് നമുക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ഇതൊരു ചെറിയൊരു ബോഡിയാണ്. ഇതിനകത്ത് സെക്രട്ടറി ടു ഗവൺമെന്റ് ആണ്, ഹെൽത്തിന്റെ ആളാണ് ചെയർപേഴ്സൺ. അതുപോലെ ഫിനാൻസിന്റെ ആള് സെക്രട്ടറി ടു ഫിനാൻസ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഗവൺമെന്റ് സെക്രട്ടറി അറിയാമല്ലോ. മിനിസ്റ്റർ കഴിഞ്ഞാൽ അതായത് ബ്യൂറോക്രസിയിൽ ഏറ്റവും ഹയസ്റ്റ് ആളാണ് സെക്രട്ടറി ടു ഗവൺമെന്റ് ആ ഡിപ്പാർട്ട്മെന്റിൽ പറയുന്നത്. അദ്ദേഹം IAS ആയിരിക്കും സാധാരണഗതിയിൽ. അവരാണ് ഇതിന്റെ സെക്രട്ടറി ടു ഗവൺമെന്റ്. അപ്പൊ അയാൾ ഇതിനകത്ത് മെമ്പറാണ്. പിന്നെ പ്ലാനിംഗ് ആൻഡ് എക്കണോമിക്സ് അഫയേഴ്സിന്റെ ആളും സെക്രട്ടറിയും ഇതിനകത്ത് മെമ്പറാണ്. അതേപോലെ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പാളും മെമ്പറാണ്. നിംഹാൻസ് ഡയറക്ടർ ഇതിന്റെ കൺവീനറാണ്. ഇതാണ് ഈ 2 കമ്മിറ്റികളാണ് നമുക്ക്, 2 ബോഡികളാണ് നമുക്ക് ഉള്ളത്, ഗവേണിംഗ് ബോഡിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും. പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇത് നിങ്ങൾക്ക് ഈ നോട്ട് എഴുതാനൊക്കെ ആയിട്ട് ആവശ്യം വരുന്നതായിരിക്കും. നമുക്ക് 3 താഴെ ഞാൻ തിരിച്ചിരിക്കുകയാണ്. ഒന്ന് ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് ഇംഹാൻസ്. ഇതൊരു ഓട്ടോണമസ് ബോഡിയും കൂടെയാണ്. ഇംഹാൻസ് ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ സ്വയംഭരണ സ്ഥാപനമാണ്. നമുക്ക് തന്നെ ഇവിടുത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഇതിന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അജാജ വിങ്ങും ഉണ്ട്. പിന്നെ അക്കാഡമിക് വിങ് ഉണ്ട്, ക്ലിനിക്കൽ വിങ്ങും ഉണ്ട്. ക്ലിനിക്കൽ എന്ന് പറയുന്നത് ചികിത്സാ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉള്ളത്. അക്കാഡമിക് എന്ന് പറഞ്ഞാൽ പഠന സംബന്ധമായ കോഴ്സുകളെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ക്ലിനിക്കലിലേക്ക് തുടങ്ങാം. റൈറ്റ് സൈഡിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഞാൻ കരുതുന്നു അല്ലെ? ചെറുതാണ്, കാണാവോ? മൊബൈൽ ലോബികളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ക്ലിനിക്കൽ നമുക്ക് CDS ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് ആണ് ഉള്ളത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നുണ്ട്, എങ്കിലും ചെറുതായിട്ട് പറയുകയാണ്. കുട്ടികളിൽ നിരവധിയായ ബിഹേവിയറൽ, സൈക്കോളജിക്കൽ പിന്നെ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്. അതിനകത്തുള്ളത് ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ട്, സൈക്കാട്രിസ്റ്റ് ഉണ്ട്, സൈക്കാട്രിസ്റ്റ് സോഷ്യൽ വർക്കർ ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഇനി ആരാ വേണ്ടത് അതിനകത്ത് വേണ്ടത്? ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടത് നിങ്ങൾ പറയുവാണെങ്കിൽ കുറച്ച് ഉപകാരമായിരുന്നു. പറയുന്നില്ല. ഓക്കെ. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, ഏർലി ഇന്റർവെൻഷൻ, സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പിസ്റ്റ്, ഇങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. ഒരു പക്ഷേ ഇതൊരു പ്രൈവറ്റ് സർവീസിൽ പോലും ഇതുപോലെ ഇത്രയും പ്രൊഫഷൻസ് ഉള്ള ഒരു സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാണത്തില്ല. പിന്നെയുള്ളത് അഡൽട്ട് സൈക്കാട്രിയാണ്. അഡൽട്ട് സൈക്കാട്രിയിൽ നമുക്കുള്ളത് OP ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ. അതിൽ സൈക്കാട്രിസ്റ്റ് ഉണ്ട്, സൈക്കാട്രിസ്റ്റ് സോഷ്യൽ വർക്കർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, പിന്നെ സൈക്കാട്രിക് നേഴ്സ്. പിന്നെ നമുക്ക് സ്പെഷ്യൽ ക്ലിനിക്സ് ഉണ്ട്. അത് അഫേസിയ ക്ലിനിക്, മൂവ്മെന്റ് ഡിസോർഡർ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. പിന്നെ വിമൻസ് മെന്റൽ ഹെൽത്ത് ക്ലിനിക് ഉണ്ട്. ഇതൊക്കെയാണ് സ്പെഷ്യൽ ക്ലിനിക്സ് വരുന്നത്. കോഴ്സസിനെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കാട്രി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കാട്രിക് സോഷ്യൽ വർക്ക്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്ലിനിക്കൽ സൈക്കോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കാട്രിക് നേഴ്സിംഗ്. ഇതിൽ നമുക്ക് കോഴ്സുകളുള്ളത് സൈക്കാട്രിക് സോഷ്യൽ വർക്കിലും ക്ലിനിക്കൽ സൈക്കോളജിയും സൈക്കാട്രിക് നേഴ്സിംഗിലും മാത്രമാണ്. സൈക്കാട്രിക് സോഷ്യൽ വർക്കിൽ എംഫിൽ കോഴ്സാണ് ഉള്ളത്. ക്ലിനിക്കൽ സൈക്കോളജിയിൽ MPhil ആണ്. സൈക്കാട്രിക് നേഴ്സിംഗിൽ നിലവിലുള്ളത് നമുക്ക് ഡിപ്ലോമ ഇൻ സൈക്കാട്രിക് നേഴ്സിംഗ് ആണ്. മനസ്സിലായോ? 3 കോഴ്സുകളാണ്. ഓക്കെ. ഈ 3 കോഴ്സുകൾക്കും കഴിഞ്ഞ വർഷം മുതൽ ഗവൺമെന്റ് സ്റ്റൈഫൻ അനുവദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒന്ന് MPhil സൈക്കാട്രിക് സോഷ്യൽ വർക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ മാസം നിങ്ങൾക്ക് അങ്ങോട്ട് ലഭിക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഇതൊരു ക്ലിനിക്കൽ കോഴ്സാണ്. നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിരവധി പ്രോജക്റ്റുകളുണ്ട്. അതൊരു പ്രോജക്റ്റിന്റെ പേരാണ് റിക്കവറി ഫെസിലിറ്റേഷൻ യൂണിറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക രോഗം വന്നതിന് ശേഷം ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് അവരുടെ വന്നിരിക്കുന്ന ഡിസബിലിറ്റി മാറി അവരുടെ പഴയ ജീവിതത്തിലേക്ക് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡേ കെയർ സർവീസ് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് റിക്കവറി ഫെസിലിറ്റേഷൻ യൂണിറ്റ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നുണ്ട്. അടുത്തത് ട്രൈബൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ആണ്. അതായത് വയനാട്ടിലുള്ള ട്രൈബൽസ് ആൾക്കാരെ അവരെ വീട്ടിൽ പോയി കണ്ട് അവരെ അസസ് ചെയ്ത് സ്ക്രീൻ ചെയ്ത്
അവർക്ക് വേണ്ട ചികിത്സയും മറ്റ് സൗകര്യങ്ങളും നൽകുന്ന സംവിധാനമാണ് ട്രൈബൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. പിന്നെ ഓട്ടിസം പ്രോജക്റ്റ് ആണ്. അതായത് സംസ്ഥാന സർക്കാർ എല്ലാ ജില്ലകളിലും ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ മെഡിക്കൽ സെന്റർ നടത്തിയപ്പോൾ കോഴിക്കോട് ജില്ലയിലെ സർവീസ് നടത്തുന്നത് ഇംഹാൻസ് ആണ്. പിന്നെയുള്ളത് പ്രോജക്റ്റ് ഉള്ളത് സ്കൂൾ മെന്റൽ ഹെൽത്ത് ആണ്. സ്കൂൾ മെന്റൽ ഹെൽത്ത് സ്കൂളുകളിൽ കുട്ടികൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളിലാണ്, അല്ലെ? ആക്റ്റീവായിട്ട് എല്ലാ സമയം വീട്ടിലൊക്കെ വളരെ ഉറങ്ങുവാണ്, വളരെ കുറച്ച് സമയം ആക്റ്റീവായിട്ട്. അപ്പൊ ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ലേണിങ്ങും അൺലേണിങ്ങും സംബന്ധമായ കാര്യങ്ങൾ, ബിഹേവിയർ ഇഷ്യൂസ്, പഠന സംബന്ധമായ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പ്രൊജക്ട് നമുക്ക് സ്കൂൾ മെന്റൽ ഹെൽത്ത് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 സെന്റേഴ്സ് ഉണ്ട് ഇംഹാൻസിന്. ഇതല്ലാതെ തന്നെ 2 സെന്റേഴ്സ് ഉണ്ട്. ഒന്ന് കുതിരവട്ടം കേട്ടിട്ടുണ്ടോ? ഉണ്ടായിരിക്കുന്നു. എനിക്ക് സ്ക്രീൻ കാണിക്കുമ്പോൾ നിങ്ങളെ കാണത്തില്ല കേട്ടോ. എന്താ കേട്ടിരിക്കുന്നത്? കുതിരവട്ടം പപ്പം എന്നാണ് കേട്ടിരിക്കുന്നത്. എന്താ കേട്ടിരിക്കുന്നത് കുതിരവട്ടത്തെ കുറിച്ച്? ഞാൻ ഈ സ്ലൈഡ് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കത്തില്ല, എനിക്ക് സ്ലൈഡ് മാത്രമേ കാണത്തുള്ളൂ. ഞാൻ ഫിറ്റ് ചെയ്ത് നോക്കി സംസാരിക്കുന്ന പോലെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയപ്പോൾ എനിക്ക് കാണത്തില്ല കേട്ടോ. അപ്പൊ സെന്റേഴ്സ് കുതിരവട്ടം എന്താ കേട്ടിരിക്കുന്നത് നിങ്ങൾ? സൈക്യാട്രിക് ഹോസ്പിറ്റൽ. അത് ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് സെന്റർ, അങ്ങനെയാണ്. GMHC എന്നാണ്, ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് സെന്റർ എന്ന് കുതിരവട്ടം എന്നാണ്, അല്ലെങ്കിൽ കോഴിക്കോട് എന്നാണ് അതിന്റെ പേര്. നമ്മൾ അറിയപ്പെടുന്നത് കുതിരവട്ടത്ത്, അല്ലെ? നമ്മൾ വളരെ അരോചകമായിട്ട് പലപ്പോഴും ദേഷ്യപ്പെടുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് ഉളമ്പാറ കുതിരവട്ടങ്ങളെ കൊണ്ടേ വിടും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളത് ഒരു ഡെറോഗേറ്ററി വേർഡായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ കുതിരവട്ടം സൈക്കാട്രിക് ഹോസ്പിറ്റലോട് ചേർന്നുള്ള ക്യാമ്പസിലാണ് കുതിരവട്ടം റിഹാബ് സെന്റർ നമുക്കുള്ളത്. അവിടെ നമ്മളുള്ള വലിയൊരു പ്രസ്സാണ് നമുക്കുള്ളത്. പ്രസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷം 1 കോടി രൂപ നമ്മൾ ബിസിനസ് നടത്തുന്ന ഒരു പ്രസ്സാണ്. ഈ പ്രസ് പൂർണ്ണമായിട്ടും നടത്തുന്നത് മാനസിക രോഗം വന്ന് അതിന്റെ വിമുക്തി നേടിയവരോ അത് കുറഞ്ഞ ആൾക്കാരോ ആണ്. അപ്പോൾ അതിന് ഷെൽറ്റേഡ് വർക്ക്ഷോപ്പ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക രോഗം അല്ലെങ്കിൽ ഒരേ രോഗമുള്ള ആൾക്കാർ ഒന്നിച്ചുകൂടി ഒരു സ്ഥാപനം നടത്തുന്നത്. പക്ഷെ നമുക്ക് അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ക്ലർക്കും ഒരു പ്രിന്റിംഗ് ഒരാളും സപ്പോർട്ട് സഹായം കൊടുക്കുന്നുണ്ട്. നിലവിൽ ഒരു സൈക്കാട്രിക് സോഷ്യൽ വർക്കറുടെ സേവനവും അവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് കോഴിക്കോട് അടുത്തുള്ള സ്ഥലമാണ്. ഫറൂഖിലുള്ള സ്ഥലമാണ് പുതുജീവൻ പറഞ്ഞ്. അത് DMHPയുടെയും താലൂക്ക് ഹോസ്പിറ്റലിന്റെയും സഹായത്തോടെ സപ്പോർട്ടോടുകൂടി അവിടെ നമ്മൾ ഈ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പേപ്പർ ഫോൾഡിങ്, അത് പ്രസിന്റെ ആവശ്യം വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ തന്നെ അവരെ കൊണ്ട് ചെയ്യിക്കും. അപ്പൊ അവർക്ക് നമ്മൾ ഇൻസെന്റീവ്സ് കൊടുക്കും. ഓക്കെ, ഇതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടോ? ആരെങ്കിലും ഒരാളെങ്കിലും റെസ്പോണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉപകാരം. ഇനി ഈ 11ാം പഞ്ചവത്സര പദ്ധതി 11th 5-year പ്ലാനിലാണ് നമുക്ക് ഇംഹാൻസിനെ സെന്റർ ഫോർ എക്സലൻസ് ആക്കിയിട്ട് ഇന്ത്യയിലെ 11 ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെന്റർ ഫോർ എക്സലൻസ് ആക്കി. സെന്റർ ഫോർ എക്സലൻസ് എന്തിനാണ് ആക്കിയെന്നുള്ളത് അടുത്ത സൈഡിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആക്കിയപ്പോൾ നമുക്ക് ഇംഹാൻസ് ഒരു 30 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകി. ഓക്കെ, 11ാം പഞ്ചവത്സര പദ്ധതി 5-year പ്ലാനിൽ നമുക്ക് നമ്മളെ ഇംഹാൻസിനെ സെന്റർ ഫോർ എക്സലൻസ് ആയിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ, അതായത് സൈക്കാട്രി, ക്ലിനിക്കൽ സൈക്കോളജി, സൈക്കാട്രിക് സോഷ്യൽ വർക്ക് ആൻഡ് സൈക്കാട്രിക് നേഴ്സിംഗ്, ഇതില് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ആരംഭിക്കുന്നതിനും മറ്റ് കമ്മ്യൂണിറ്റി സംബന്ധമായ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് അനുവദിച്ചത്. ഓക്കെ, സെന്റർ ഫോർ എക്സലൻസ് തിരഞ്ഞെടുത്തത്. 2014-15 ആദ്യമായിട്ട് MPhil ഇൻ സൈക്കാട്രിക് സോഷ്യൽ വർക്ക് കോഴ്സ് ഇവിടെ ആരംഭിക്കുന്നത്. ഇപ്പം കേരളത്തില് ഇംഹാൻസിൽ മാത്രമേ ഈ കോഴ്സ് ഉള്ളൂ. ഈ കോഴ്സ് നിലവിലെ നിയമം അനുസരിച്ച് സൈക്കാട്രിക് സോഷ്യൽ വർക്കായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ ഇത് പാസ്സായി പഠിച്ചിരിക്കുകയും വേണം കേട്ടോ. ഓക്കെ, ആദ്യത്തെ ബാച്ച് പാസ് ഔട്ട് ആയത് 2016 നമുക്കിപ്പം 5ാമത്തെ ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 ബാച്ച് സ്റ്റുഡൻസ് ഉണ്ട്. ഒരു ബാച്ച് ഇൻടേക്ക് എന്ന് പറയുന്നത് 8 സ്റ്റുഡൻസ് ആണ്. സാധാരണ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ജൂലൈയിലാണ്. ഈ വർഷം അത് നവംബറിലാണ് വന്നത്, ഈ കോവിഡ് കാലം കാരണം. ഇവിടെ എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾക്ക് നാളെ പഠിക്കാൻ വരേണ്ടതൊക്കെയാണ്. എന്തെങ്കിലും സംശയമുണ്ടോ ചോദിച്ചോളൂ. ഓക്കെ, പിന്നെ അടുത്ത കോഴ്സ് 2015 നമ്മൾ ഡിപ്ലോമ ഇൻ സൈക്കാട്രിക് നഴ്സിംഗ് തുടങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് 10 സ്റ്റുഡൻസിനാണ് ഇൻടേക്ക് ഉള്ളത്. പിന്നെയുള്ളത് നമുക്ക് 2017 MPhil ക്ലിനിക്കൽ സൈക്കോളജി കോഴ്സ് തുടങ്ങി. MPhil ക്ലിനിക്കൽ സൈക്കോളജിയാണ് നമുക്ക് ഈ മെന്റൽ ഇൽനെസ്സിലുള്ള ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യാനുള്ള അതിന്റെ റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലൈസൻസും വേണം. അപ്പൊ നമുക്കത് അടുത്ത 5 വർഷത്തേക്കുള്ള അനുവാദം നമുക്കുണ്ട്. പിന്നെ അടുത്ത മറ്റ് കോഴ്സുകൾ നമ്മൾ വരുന്ന അക്കാഡമിക് ഇയറുകളിൽ പ്ലാൻ ഉണ്ട്. ഇത് കൂടാതെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ കോഴ്സും പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് ഉണ്ട്. നിലവിൽ അത് 10,000 രൂപയാണ്. അത് വരുന്ന കാലങ്ങളിൽ അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
ഓക്കെ, നമ്മുടെ ക്ലിനിക്കൽ സർവീസിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ചൈൽഡ്, അഡോളസെന്റ്, അഡൽട്ട്, കമ്മ്യൂണിറ്റി സൈക്കാട്രി ആൻഡ് റിഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ് ആണ്. അത് നിലവിലുള്ള മിനിമം റിസോഴ്സിനെ കൊണ്ടും മിനിമം റിസോഴ്സ് മറ്റ് അതർ റിസോഴ്സിനെ കൊണ്ടും മാക്സിമം യൂട്ടിലൈസേഷൻ ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മുടെ സർവീസ് എല്ലാം നടക്കുന്നത്. Objectives of IMHANS are to develop the institute into a premier center with advanced treatment and postgraduate training in all the neuropsychiatric disciplines. That's our long-term objective. Next objective is to provide comprehensive mental health care for the mentally ill patients by early detection, modern treatments, and rehabilitation. And third objective is to develop community mental health programs and training of primary healthcare personnel, including medical and paramedical staff. That's why I'm saying. ഇതിനകത്ത് ഐഡിയ ഉണ്ടോ ഈ പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്തിനാ ട്രെയിൻ ചെയ്യേണ്ട കാര്യം എന്തിനാണ്? റെസ്പോൺസ് ഇല്ലാത്ത ആൾക്കാരല്ലേ? പറഞ്ഞോളൂ, ഇതിന് ഐഡിയ ഉണ്ടോ? നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ ഈ മെന്റൽ ഹെൽത്തില് പ്രത്യേകിച്ച് സൈക്കാട്രി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില് വളരെയധികം 11% ആൾക്കാർക്ക് മാനസിക രോഗങ്ങളുണ്ടെന്നും ലഘുവായതും ഗുരുതരമായ മാനസിക രോഗങ്ങളുണ്ടെന്നാണ് നമുക്ക് മെന്റൽ സർവേയിലൊക്കെ മനസ്സിലായിരിക്കുന്നത്. അപ്പൊ അതിന് ട്രീറ്റ് ചെയ്യാനുള്ള മാൻ പവർ നമുക്കില്ല, നിലവിലില്ല. അപ്പൊ അതുണ്ടാകാൻ വളരെ സമയമെടുക്കും. ഇത്രയും ആൾക്കാരെ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്ത് എടുക്കണമെങ്കിൽ ക്വാളിഫൈഡ് ആൾക്കാർ. അപ്പൊ നിലവിലുള്ള എക്സിസ്റ്റിംഗ് സിസ്റ്റത്തെ നമ്മൾ എംപവർ ചെയ്യുകയാണ്. ഉദാഹരണത്തിന് ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ട്, അപ്പൊ അത് ഡിപ്രഷനായിട്ടായിരുന്നു ആൾ ചിലപ്പോൾ പ്രകടിപ്പിക്കുന്ന സിംറ്റം എന്ന് പറയുന്നത് ഹെഡേക്ക് ആകാം, അല്ലെങ്കിൽ ടയർഡ്നെസ് ആകാം. അങ്ങനെ വരുമ്പം അത് ആദ്യം വരുന്ന സ്ഥലം പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് തലവേദനയായിട്ട് ആദ്യം വരും. അപ്പം അത് ഡിപ്രഷൻ ആണോ അതോ ഫിസിക്കലി ഉണ്ടാകുന്ന ശരീരാർത്ഥമായ ഒരു പെയിൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതനുസരിച്ച് മൈൽഡ് കേസുകളൊക്കെയാണ് അവിടെ തന്നെ ട്രീറ്റ് ചെയ്യുക. കൂടിയ ഗുരുതരമായ പ്രശ്നങ്ങളാണെങ്കിൽ അടുത്ത സെക്കൻഡറി അല്ലെങ്കിൽ ടെർഷ്യറി കെയറിലേക്ക് റെഫർ ചെയ്യാനും അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഏകദേശം മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫിഫ്ത്ത്. അതായത് നമുക്ക് മാനസിക രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലും അവരെ പരിചരിക്കാനും ട്രീറ്റ് ചെയ്യാനുമുള്ള പ്രൊഫഷണൽസിന്റെ എണ്ണം കുറവുമാണ്. അപ്പോൾ ഈ ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാനസിക രോഗമുള്ള ആളുകൾ അവർ പ്രകടിപ്പിക്കുന്ന സിംറ്റംസ്, ഹൈലി സിംറ്റംസ്, സെൽഫ് ടോക്കിംഗ് അല്ലെങ്കിൽ ലിസണിംഗ് ടു വോയിസ് അങ്ങനെയൊക്കെ വരുന്നതൊക്കെ വളരെ റെയറാണ്. ചില കേസുകളൊക്കെ അപേക്ഷിച്ച് മറ്റു ചില കേസുകളിൽ തലവേദനയായിട്ടും ശരീരത്തിലെ വേദനയായിട്ടും അങ്ങനെയൊക്കെ വരുന്ന കേസുകൾ പ്രൈമറി ഹോസ്പിറ്റൽ ഹെൽത്ത് സെന്ററുകളിലേക്ക് വരും. പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ഡോക്ടർ ആ രോഗത്തെ അത് ഫിസിക്കലി സിംറ്റം ആണോ അതോ ഇനി മാനസികമായ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്ന സിംറ്റം ആണോ എന്ന് മനസ്സിലാക്കി അവരെ ചെറിയൊരു പ്രശ്നങ്ങൾക്ക് അവിടെ തന്നെ ട്രീറ്റ് ചെയ്യുകയും വലിയ പ്രശ്നങ്ങൾക്ക് റെഫർ ചെയ്യുകയും ചെയ്യണം. മനസ്സിലായോ? ഒരാൾക്ക് സാധാരണഗതിയിൽ ഒരാൾക്ക് അസുഖം വരുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കോണ്ടാക്ട് പോയിന്റ് എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. അവിടെ ചെല്ലുമ്പോൾ ഒരാൾ പറയുന്ന സിംറ്റംസ് നോക്കിയിട്ട് അദ്ദേഹത്തിന് മാനസിക ബുദ്ധിമുട്ടുകൾക്കുണ്ടാവുന്ന അസുഖമാണോ അതോ മറ്റെന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾക്കുള്ള അസുഖമാണോ എന്ന് മനസ്സിലാക്കി മാനസിക പ്രശ്നങ്ങൾക്കുണ്ടാകുന്ന അസുഖമാണെങ്കിൽ അവരെ മാനസികാരോഗ്യ വിദഗ്ധന്റെ അടുത്തേക്ക് വിടുകയോ അല്ലെങ്കിൽ ചെറിയ മൈൽഡ് പ്രശ്നങ്ങളാണെങ്കിൽ അവിടെ തന്നെ ട്രീറ്റ് ചെയ്യുകയോ ചെയ്യുന്ന വേണ്ടിയിട്ട് അവരെ നിലവിലുള്ള സിസ്റ്റമായ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഡോക്ടേഴ്സും അവിടെയുള്ള പ്രൊഫഷണൽസിനെയും എംപവർ ചെയ്യാനാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? Okay, sir. Okay. Next one is to conduct research activities regarding the molecular, neurophysiological, psychological and sociological basis of neuropsychiatric disorders. അപ്പം നമ്മളിവിടെയും ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. ഇപ്പോഴും കോവിഡ് കാലഘട്ടത്തിലും നിരവധി റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ എങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുന്നത്, പേരൻസിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽ ഇപ്പോൾ നേഴ്സുമാരെ എങ്ങനെയാണ് ബാധിക്കുന്നത്. അവർക്ക് പേടി ഉണ്ടാകാം, സ്ട്രെസ് ഉണ്ടാകാം, പെർസീവ്ഡ് സ്ട്രെസ് ഉണ്ടാകാം, ഓക്കെ, ഡിസ്ട്രെസ് ഉണ്ടാകാം. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? അപ്പൊ അങ്ങനെ നിരവധി റിസർച്ചുകളും സ്റ്റഡീസ് ഇവിടെ നടക്കുന്നുണ്ട്. അത് എംഫിൽ ചെയ്യുന്ന റിസർച്ച് അല്ലാതെ തന്നെ ഇവിടെയുള്ള ഫാക്കൽറ്റികളും അല്ലാത്ത സ്റ്റുഡൻസും ചെയ്യുന്ന റിസർച്ചുകളും ചെയ്യുന്നു. പിന്നെ ടു എഡ്യൂക്കേറ്റ് പബ്ലിക് അബൌട്ട് ന്യൂറോ സൈക്കാട്രിക് ഡിസോർഡേഴ്സ്. ഓക്കെ, ഇപ്പൊ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ ഇവിടെ ഇംഹാൻസിൽ നിലവിൽ നടക്കുന്നത് ഔട്ട് പേഷ്യന്റ് സർവീസ് യൂണിറ്റ് ആണ്. ഔട്ട് പേഷ്യന്റ് യൂണിറ്റിലെ പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ് അഡൽട്ട് സൈക്കാട്രി യൂണിറ്റും 6 ചൈൽഡ് സൈക്കാട്രി യൂണിറ്റും. 4 അഡൽട്ട് സൈക്കാട്രി യൂണിറ്റുകളും 6 ചൈൽഡ് സൈക്കാട്രി യൂണിറ്റുകളും. എന്താണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചിലപ്പോൾ അതേ ഡോക്ടറെ കാണുമെങ്കിൽ അവർ പറയും നിങ്ങൾ അടുത്ത വ്യാഴാഴ്ച വന്നെങ്കിൽ അതേ ഡോക്ടറെ കാണാൻ പറയും. ഇവിടെയുള്ള ട്രീറ്റ്മെന്റ് ടീമിനെ പല യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ട് ഓരോ ദിവസവും ഒരു കാണും.
അപ്പം നിങ്ങൾ അതേ ദിവസം തന്നെ വന്നു കഴിഞ്ഞെങ്കിൽ അതേ ഡോക്ടറെ കാണാൻ സാധിക്കും. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഇതുവരെ ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല. മെഡിക്കൽ കോളേജുകൾ, താലൂക്ക് ഹോസ്പിറ്റൽ ഡോക്ടറുകളിൽ അവിടെയുള്ള പ്രൊഫഷണൽസ് ഒരു ടീമായിട്ടിരിക്കും. അപ്പം തിങ്കളാഴ്ച ദിവസം ഒരു ടീം ഇരിക്കും, ചൊവ്വാഴ്ച ദിവസം വേറൊരു ടീം ഇരിക്കും. നിങ്ങൾ ചൊവ്വാഴ്ചയാണ് വന്ന് ഡോക്ടറെ കാണുന്നെങ്കിൽ പിന്നെയും അതേ ഡോക്ടറെ കാണുമെങ്കിൽ അതേ ചൊവ്വാഴ്ച തന്നെ വരേണ്ടി വരും. ചിലപ്പോൾ അവർക്ക് 2 ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം പോയാലും മതി. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണെങ്കിൽ അങ്ങനെ നമുക്ക് അഡൽട്ട് സൈക്കാട്രിയിൽ 6 യൂണിറ്റും അഡൽട്ട് സൈക്കാട്രിയിൽ 4 യൂണിറ്റും ചൈൽഡ് സൈക്കാട്രിയിൽ 6 യൂണിറ്റും ഉണ്ട്. അത് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. നമ്മൾ ഈ രണ്ടിടത്തും നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ്. ഒരു പേഷ്യന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ മെഡിക്കൽ ആയിട്ട് സംബന്ധമായ കാര്യങ്ങൾ സൈക്കാട്രിസ്റ്റ് ചെയ്യും. അതിൽ സോഷ്യൽ ഇഷ്യൂസ്, അതുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇവിടെ വന്ന് ഭയങ്കര ഡിപ്രഷനായിട്ട് വരികയാണ്, അയാൾ ചിലപ്പോൾ സാമ്പത്തിക ബാധ്യത കൊണ്ടായിരിക്കാം. അപ്പൊ അതിന്റെ സാമ്പത്തിക ബാധ്യത സംബന്ധമായ കാര്യങ്ങൾ സോഷ്യൽ ഇഷ്യൂ ആണ്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യുന്നതും അതിനെ അനലൈസ് ചെയ്യുന്നതും സൈക്കാട്രിസ്റ്റ് സോഷ്യൽ വർക്ക് ആയിരിക്കും. അതിന്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട് അഡ്രസ് ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരിക്കും. പിന്നെ സൈക്കാട്രിക് നേഴ്സ്, ഇപ്പൊ നമുക്ക് IP ഇല്ലാത്തതുകൊണ്ട് അവരുടെ കോൺട്രിബ്യൂഷൻ ലിമിറ്റഡ് ആണ്, എങ്കിലും അവരാണ് ഫിസിക്കൽ എക്സാമിനേഷനും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതും സൈക്കോ എഡ്യൂക്കേഷനോ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതും സൈക്കാട്രിക് നേഴ്സുമാരാണ്. ഓക്കെ. അടുത്ത്, അപ്പൊ ഈ 4 ആൾക്കാരും ഒരു പേഷ്യന്റിനെ കാണുന്നത് കൊണ്ട് ഒരു കോംപ്രിഹെൻസീവ് അസസ്മെന്റ് ഉണ്ടാകുകയും അതിൽ നിന്ന് എവാലുവേഷൻ വന്നിട്ട് ഒരു യുണീക്ക് കെയർ പ്ലാനും ആ പേഷ്യന്റ് ലഭിക്കും. അതാണ് ഇത്തരം ഒരു ടീം വർക്ക് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിന്റെ വളരെ സിമ്പിൾ ആയിട്ട് ലഘുവായിട്ട് ഞാൻ പറഞ്ഞതാണ്. കാര്യം മനസ്സിലായല്ലേ? അപ്പൊ ഒരു പേഷ്യന്റ് വരുമ്പോൾ അവരെ 4 പേരാണ് കാണുന്നത്. അപ്പൊ 4 ആംഗിളിൽ നിന്ന് കണ്ടിട്ട് ഒരു യൂണീക്ക് കേസ് പ്ലാൻ ഉണ്ടാക്കി അത് നമ്മൾ അപ്ലൈ ചെയ്യും. പിന്നെ തേഴ്സ്ഡേസിൽ സ്പെഷ്യൽ ക്ലിനിക്സ് ഉണ്ട്. അത് വിമൻ ആൻഡ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ് കേട്ടോ. സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രത്യേകതരമായ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വ്യാഴാഴ്ചയും സ്പെഷ്യൽ ക്ലിനിക്സ് ഉണ്ട്. ഈ ക്ലിനിക്കില് നമ്മളിപ്പോൾ കോവിഡ് കാരണങ്ങളിൽ ഈ വിമൻസ് മെന്റൽ ഹെൽത്ത് മാത്രം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. CDS, ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്, ഞാൻ വളരെ ഒരു ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു എന്താണ് CDSന്റെ സർവീസുകളെന്ന്. ഡെവലപ്മെന്റ് ഡിസബിലിറ്റിയും എമോഷണൽ ആൻഡ് ബിഹേവിയർ പ്രോബ്ലംസിനെയാണ് നമ്മളിവിടെ അഡ്രസ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് ഡിസബിലിറ്റി, എമോഷണൽ ആൻഡ് ബിഹേവിയർ, അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതാത് സമയങ്ങളിൽ അതാത് കാര്യങ്ങൾ കാണിക്കണമെന്നുണ്ട്. അതായത് എത്ര 2 വയസ്സാകുമ്പോൾ ഇന്ന കാര്യം ചെയ്യണം, അല്ലെങ്കിൽ 3 മാസമാകുമ്പോൾ ചെയ്തിരിക്കണം, 6 മാസം ഡെവലപ്മെന്റ് മൈൽ സ്റ്റോൺസ് അറിയാവുന്ന കരുതുന്നു, അല്ലെങ്കിൽ അത് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ വരുമ്പം ഡെവലപ്മെന്റ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എമോഷണൽ ഇഷ്യൂസ്, ആങ്കർ ഔട്ട്ബേസ്റ്റ് ആകാം, ടെമ്പർ ടാൻട്രംസ് ആകാം, പിന്നെ ബിഹേവിയർ പ്രോബ്ലംസ് വരാം, സ്റ്റീലിംഗ് തിങ്സ്, അല്ലെങ്കിൽ സാധനം മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുക, മറ്റുള്ളവരെ ആക്രമിക്കുക, മൃഗങ്ങളെ എറിയുക, അങ്ങനെയുള്ള അതൊരു ഇഷ്യൂ ആയിട്ട് മാറുന്ന കേസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ CDSൽ അഡ്രസ് ചെയ്യും. നോർത്ത് കേരളത്തിലുള്ള ഗവൺമെന്റ് സെക്ടറിലുള്ള ഇങ്ങനെ ഇവിടെ എല്ലാ സർവീസും ഫ്രീ ആണ്. 1 രൂപ പോലും നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല. ഇപ്പോൾ വന്ന് ട്രാവൽ ചെയ്യുന്ന എക്സ്പെൻസ് മാത്രമേ നമുക്ക് ഇവിടെയുള്ള പേഷ്യൻസ് വരുന്നുള്ളൂ. ഇവിടെ വന്ന് എല്ലാം ഫ്രീ ആണ്. അപ്പൊ ഈ വടക്കൻ കേരളത്തിൽ ഇങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഉള്ള കോംപ്രഹെൻസീവ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഏക സ്ഥാപനമാണ് ഇത്, ഇംഹാൻസ്. ലോകത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ. ഇത് മുമ്പ് പറഞ്ഞത് തന്നെയാണ്, ഇവിടെയുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ്. അപ്പൊ CDSലുള്ള ആൾക്കാരെന്ന് പറയുന്നത് സൈക്കാട്രിസ്റ്റ് ഉണ്ട്, പീഡിയാട്രീഷ്യൻ ഉണ്ട്, മെഡിക്കൽ ഓഫീസർ ഉണ്ട്. സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ MBBS കഴിഞ്ഞതിന് ശേഷം MD ഇൻ സൈക്കാട്രി എടുത്ത ആളാണ്. പീഡിയാട്രീഷ്യനും അതുപോലെ തന്നെ MBBS പ്ലസ് MD ഇൻ പീഡിയാട്രിക്സ് എടുത്താണ്. മെഡിക്കൽ ഓഫീസർ പറഞ്ഞാൽ MBBS ഡോക്ടറാണ്. പിന്നെ സൈക്കാട്രി സോഷ്യൽ വർക്കേഴ്സ്, നമ്മുടെ ഡോക്ടർ സീമ പി ഉത്തമനും മിസ് എലിസബത്ത് കെ തോമസുമാണ് അവിടെ സൈക്കാട്രി സോഷ്യൽ വർക്കേഴ്സ്. പിന്നെ സ്പീച്ച് പതോളജിസ്റ്റ്, കുട്ടികൾക്കുണ്ടാകുന്ന സംസാര വൈകല്യങ്ങളെ അഡ്രസ് ചെയ്യുന്നതിനുള്ളതാണ് സ്പീച്ച് പതോളജിസ്റ്റ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ പഠന വൈകല്യങ്ങളെ മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ. ഏർലി ഇന്റർവെൻഷൻ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, പിന്നെ ക്ലിനിക്കൽ സൈക്കോളജി, ഇത്രയും പ്രൊഫഷണൽസ് ഒന്നിച്ചാണ് ഒരു കുട്ടിയെ കാണുന്നത്. ഒരു കുട്ടി വരുമ്പം ആ കുട്ടിക്ക് സ്പീച്ചുമായിട്ട് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ സ്പീച്ചിനെ കാണത്തില്ല, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഇല്ലെങ്കിൽ ആ കുട്ടിയെ കാണിക്കേണ്ട കാരണം ബാക്കി അല്ലെങ്കിൽ അപ്പൊ അതുമായിട്ട് ആപ്ലിക്കബിൾ ആയ എല്ലാ ആൾക്കാരെയും ഒരു കുട്ടിക്ക് കാണാൻ പറ്റും, കുട്ടിയും അവരുടെ പേരൻസിനെയും. അടുത്ത കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. ഇപ്പം പറഞ്ഞ ബെല്ലാരി മോഡൽ വരുന്നതിന് മുമ്പ് തന്നെ വയനാട് ഡിസ്ട്രിക്റ്റില് നമ്മുടെ ഇംഹാൻസിന് ഒരു കമ്മ്യൂണിറ്റി, ബെല്ലാരി മോഡൽ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും അല്ലേ, ഇന്ത്യയില് കമ്മ്യൂണിറ്റി DMHP NMHP പ്രോഗ്രാം ഒക്കെ വരാനുള്ള ബേസായ സംവിധാനമാണ് ബെല്ലാരി. ബെല്ലാരി എന്ന ജില്ലയിൽ ഒരുപാട് ആൾക്കാർ
മാനസിക രോഗികളെ ആൾക്കാരെ ഇംഹാൻസും അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്നപ്പോൾ അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ഇംഹാൻസ് ബാംഗ്ലൂർ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു റിസർച്ച് നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് ഈ മാൻ പവർ റിസോഴ്സ് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള പ്രൈമറി ഹെൽത്ത് സെന്റർ അല്ല ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുകയും ചെയ്താണ് ബെല്ലാരി മോഡൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പം അതിനു മുമ്പ് തന്നെ കോഴിക്കോട് ഇംഹാൻസിൽ ഒരു കമ്മ്യൂണിറ്റി മോഡൽ ഉണ്ടായിരുന്നു. അത് മേപ്പാടി എന്ന് പറയുന്ന മേപ്പാടി, കരിയോട്, വയനാട് ഡിസ്ട്രിക്ട് 2 ഭാഗങ്ങളിലാണ് ഉണ്ടായിരുന്നത്. ഇതിങ്ങനെ പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് വയനാട്, കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായിരുന്നു. 2017 ഇത് കേരളത്തിലെ DHS, ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് സർവീസ്, ആരോഗ്യ വകുപ്പിന്, നമ്മുടെ കേരളത്തിലെ ഹെൽത്ത് എന്ന് പറഞ്ഞ 2 വകുപ്പുണ്ട്. ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷനും, അതായത് മെഡിക്കൽ എഡ്യൂക്കേഷനും ആരോഗ്യ വകുപ്പിന് രണ്ടാണ്, മെഡിക്കൽ DHS-ഉം DME. അപ്പൊ ആരോഗ്യ വകുപ്പിന് അത് നമ്മൾ കൈമാറുകയാണ്, ഇൻഹാൻസ് കൈമാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ നമുക്ക് നിലവിലുള്ളതാണ് ട്രൈബൽ മെന്റൽ ഹെൽത്ത് പ്രോജക്ട്. അത് വയനാട് ഡിസ്ട്രിക്റ്റിലാണുള്ളത്. അത് കേരളത്തിലെ സാമൂഹ്യ നീതി വകുപ്പാണ് അതിനെ ഫണ്ട് ചെയ്യുന്നത്. അപ്പൊ മൊബൈൽ മെന്റൽ ഹെൽത്ത് സർവീസസ് ടു ദ ട്രൈബൽ പോപ്പുലേഷൻ, അതായത് നമ്മൾ അവരുടെ ഹാംലെറ്റിൽ അവരുടെ താമസിക്കുന്ന സ്ഥലത്ത്, വയനാട്ടിലെ ആദിവാസി സമൂഹം താമസിക്കുന്ന സ്ഥലത്ത് പോയി ഒരു ഡോക്ടറും ഒരു സോഷ്യൽ വർക്കറും ഒരു നേഴ്സും കൂടെ പോയി അവരെ അസസ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ മരുന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ. ഇതിന് കൂടാതെ സപ്പോർട്ട് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയും ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസും പിന്നെ ട്രൈബൽ ഡെവലപ്മെന്റ് പ്രൊജക്റ്റും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, അതായത് കളക്ടറും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ ഹെൽത്ത് സർവീസ് കൂടാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2019 ആണ് നമുക്ക് അവിടുത്തെ ഒരു ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതിന്റെ നീഡ് മനസ്സിലാക്കിയതും നമ്മളത് തുടങ്ങിയതും. ഇപ്പോഴും അത് നന്നായിട്ട് പോകുന്നുണ്ട്. അവരെന്തൊക്കെയാ ആക്ടിവിറ്റീസ് ഓഫ് ദ പ്രോജക്ട്? ഈ ട്രൈബൽ മെന്റൽ ഹെൽത്ത് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് ട്രൈബൽ മെന്റൽ ഹെൽത്ത് പ്രോജക്ടിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസ് ജനറേഷൻ ഓൺ മെന്റൽ ഇൽനെസ്, നമുക്ക് അവർക്ക് മാനസിക ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആൾക്കാരെ പഠിപ്പിക്കുക. പിന്നെ അത് ഈ വളർച്ചാ വൈകല്യങ്ങൾ, കുട്ടികൾക്കുണ്ടാകുന്ന വളർച്ചാ വൈകല്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിക്കുക. പിന്നെ ഈ സബ്സ്റ്റൻസ് അബ്യൂസ് അതിനെ കുറിച്ചും മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ സ്ക്രീനിങ് ഫോർ സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, നമ്മൾ അവരെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ഉണ്ടെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അത് മരുന്ന് മാത്രമല്ല, സൈക്കോതെറാപ്യൂട്ടിക് ആൻഡ് കൗൺസിലിംഗ് ആണ്. അത് എല്ലാവർക്കും ഉണ്ട്. കുട്ടികൾക്കും കൗമാരക്കാർക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ അവിടുത്തെ ST പ്രൊമോട്ടേഴ്സ്, അതായത് പട്ടികജാതി വിഭാഗത്തിൽ പെട്ട ആൾക്കാർക്ക് ST പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരെ അവർ ഗവൺമെന്റ് സെറ്റ് ചെയ്യും. അവർക്ക് നമ്മൾ കൊടുക്കും. നമ്മൾ ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി പ്രോഗ്രാം പ്രൊമോട്ടേഴ്സ്. പിന്നെ ടീച്ചേഴ്സ് ഉണ്ട്. ട്രൈബൽ സ്കൂളുകളിലേക്കുള്ള മെന്റൽ ടീച്ചേഴ്സിന്, ആശാ വർക്കേഴ്സിന്, അംഗനവാടി വർക്കേഴ്സ്, വോളണ്ടിയേഴ്സ് എന്നിവർക്ക് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കും. ഒന്നുകൂടെ സർവീസസ് പ്രൊവൈഡ് സ്ക്രീനിങ് ആണ്, പ്രൊവൈഡ് സൈക്കാട്രിക് മെഡിസിൻ ആൻഡ് സൈക്കോ എഡ്യൂക്കേഷൻ, ഫാമിലി തെറാപ്പി പ്രൊവൈഡ്. കുതിരവട്ടത്തുള്ള കുതിരവട്ടം മാനസിക ആരോഗ്യ ആശുപത്രി നമ്മുടെ ഇംഹാൻസ് ക്യാമ്പസിൽ നമ്മുടെ റിഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്. ഞാൻ തന്നെ പറയുമ്പോൾ അതുവരെ ക്ലിയർ ആയി. അടുത്ത നമുക്കൊരു പറ്റിയിട്ടുള്ള റിക്കവറി ഫെസിലിറ്റേഷൻ യൂണിറ്റ്. ഈ നമ്മൾ സൈക്കാട്രിയിൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന സാധ്യത കുറവാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ടേമാണ് റിക്കവറി എന്ന് പറയുന്നത്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയ ഒരാളിനെ അല്ലെങ്കിൽ ഡിഫറൻലി ഏബിൾ ആയ ഒരാളിനെ നമ്മൾ അതിന് റീഹാബിലിറ്റേഷൻ കൊടുക്കാൻ പറ്റും. ഒരു എയ്ഡ് കൊടുത്ത് അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഇതിൽ കൊടുത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. സൈക്കാട്രി എന്ന് പറയുന്നത് റിക്കവറി, നമ്മൾ അയാളുടെ
നേരത്തെ ഉണ്ടായിരുന്ന അസുഖം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് റിക്കവർ ചെയ്യാനുള്ള ശ്രമമാണ്. അത് 100% ആവണമെന്നില്ല, പക്ഷെ അതാണ് നമ്മൾ റിക്കവറി ഫിസിക്കേഷൻ യൂണിറ്റാണ് പറയുന്നത്. നിരവധി കൊടുക്കുന്നത് 2018 ആരംഭിച്ചത്. ഡേ കെയർ മോഡലാണ്, രാവിലെ വരും വൈകുന്നേരം പോകുന്ന മോഡലാണ് നടക്കുന്നത്. അവർ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, എസെൻഷ്യൽ മെഡിസിൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാം പൈസ ട്രാൻസ്പോർട്ടേഷൻ അവർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അതിന്റെ പൈസ കൊടുക്കുന്നു, ഡിസ്ചാർജ്. അവർക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഈവനിങ് ടീയും കൊടുക്കുന്നുണ്ട്, പിന്നെ മെഡിസിൻസും കൊടുക്കുന്നുണ്ട്. സൈക്കോളജിക്കൽ ആൻഡ് സൈക്കോസോഷ്യൽ അസസ്മെന്റ് നടത്തും. പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അവരെ പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയോട് പറയും, ഇന്നയാൾക്ക് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ നെഗറ്റീവ് സിംറ്റംസ് ഒക്കെ ആണെങ്കിൽ അത് അവരുടെ മടിയല്ല, നെഗറ്റീവ് സിംറ്റംസ് കൊണ്ട് അവരങ്ങനെ സംഭവിക്കുന്നതാണ്. നമുക്ക് പനി വരുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു പറയുന്നത് പോലെ അവർക്കുണ്ടാകുന്ന ഒരു സിംറ്റം ആണത്. പിന്നെ റിക്കവറി കൗൺസിലിംഗ്, ട്രെയിനിങ് ഇൻ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ്. നമ്മളിവിടെ നമ്മൾ പല ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്താറുണ്ട് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ സ്കില്ലൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. വെൽഫെയർ ആൻഡ് റൈറ്റ്സ് അവയർനെസ് ആൻഡ് എയ്ഡ്, അവർക്കുള്ള ഡിസബിലിറ്റി കാർഡ് കൊടുക്കുക, അവരുടെ റൈറ്റ്സിനെ കുറിച്ച് പഠനം പഠിപ്പിക്കുക. പിന്നെ എഡ്യൂക്കേഷൻ റീനേഷൻ പ്രോഗ്രാം. അവരെ പല ആൾക്കാരും കോഴ്സൊക്കെ നിർത്തി വന്നവരാണെങ്കിൽ അവരെ വീണ്ടും പഠിക്കാൻ പ്രേരിപ്പിക്കുകയും അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ട്. നമുക്കിവിടെ നിരവധി സ്റ്റാഫ്. ഇതിനകത്ത് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്, വൊക്കേഷണൽ ട്രെയിനർ ഉണ്ട്. വൊക്കേഷണൽ ട്രെയിനർ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് അവരെ പല സ്കില്ലുകളും പഠിപ്പിക്കും. ഇപ്പൊ മാല കോർക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം നിസ്സാരമായ സംഗതിയായിരിക്കാം. പക്ഷെ കോഗ്നിറ്റീവ് ഡെഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് ഈ മുത്തുകൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കോർക്കുന്ന തന്നെ ഒരു വലിയ സംഭവമാണ്. അപ്പൊ അതിലാണ് നമ്മൾ അറ്റൻഷൻ കോൺസെൻട്രേഷൻ കൂട്ടും. അങ്ങനെ പല ആക്ടിവിറ്റീസും കൂട്ടും. നമ്മൾ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, ഈ കോവിഡ് കാലഘട്ടത്തിൽ അവര് വീട്ടിലിരുന്ന് മാസ്ക് ഉണ്ടാക്കിയിട്ട് കളക്ടർക്കും പോലീസിനൊക്കെ സപ്ലൈ ചെയ്തു ഫ്രീ ആയിട്ട്. അതൊരു വലിയ സംഭവമാണ്, പേഷ്യൻസിനെ കൊണ്ട് നമ്മൾ ചെയ്തതാണ്. അപ്പൊ നമ്മളൊരു ചലഞ്ചിനെ നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുത്തു. നമുക്ക് റിക്കവറി ഫെസിലിറ്റിയിലേക്ക് സാധാരണ നമ്മൾ ഇൻക്ലൂഷൻ ചെയ്യാൻ കയറ്റിയതാണ്. സിവിയർ ആൻഡ് ക്രോണിക് മെന്റൽ ഇൽനെസ് വിത്ത് മിനിമം 1 year ഡ്യൂറേഷൻ. അങ്ങനെയാണ്, സിവിയർ ആൻഡ് ക്രോണിക് മെന്റൽ ഇൽനെസ് വിത്ത് മിനിമം 1 year ഡ്യൂറേഷൻ ആയിരിക്കണം. 18 മുതൽ 60 വയസ്സ് വരെ ഉള്ളിലുള്ള ആൾക്കാരായിരിക്കണം. ടൊബാക്കോ ആൻഡ് ഒക്കേഷണൽ ആൽക്കഹോൾ യൂസ് വിൽ ബി ഇംപ്രൂവ്ഡ്. അതായത് വളരെ അപൂർവമായിട്ട് മദ്യപിക്കുന്നവരും പുകവലിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉൾപ്പെടുത്താത്ത ആൾക്കാരെന്ന് പറയുന്നത് സ്ഥിരമായിട്ട് മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാര്, മെന്റൽ റിട്ടാർഡേഷൻ ഉള്ള ആൾക്കാര്, പേഴ്സണാലിറ്റി ഡിസോർഡർ, പിന്നെ പേഴ്സൺ വിത്ത് ഓർഗാനിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് എന്തെങ്കിലും ഗുരുതരമായ ഹെഡ് ഇഞ്ചുറി മൂലമൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അവർക്കത് ഇംപ്രൂവ്മെന്റിനുള്ള ചാൻസ് വളരെ കുറവായതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ ഈ പ്രോജക്റ്റ് അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. സ്റ്റാഫിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു PSW ആണ് എന്റെ പ്രോജക്ട് കോർഡിനേറ്റർ. പിന്നെ സൈക്കാട്രിസ്റ്റ് സോഷ്യൽ വർക്ക് അഡീഷണൽ ആയിട്ടുണ്ട്. ഒരു പ്ലേസ്മെന്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ജോലി കണ്ടുപിടിക്കാനും ആ ജോലിയിൽ അവരുടെ പ്രോഗ്രസ് അസസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പ്ലേസ്മെന്റ് ഓഫീസർ ഉണ്ട്. പിന്നെ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, വൊക്കേഷണൽ ട്രെയിനർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അക്കൗണ്ടന്റ്. ഇത്രയും പേരാണ് ഈ പ്രൊജക്റ്റിലുള്ളത്. അടുത്തത് ഓട്ടിസം സെന്റർ. ഓട്ടിസം സെന്റർ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇനിഷ്യേറ്റീവാണ്. അത് എല്ലാ ജില്ലകളിലും കൊടുത്തിട്ടുണ്ട്. അപ്പം കോഴിക്കോട് ജില്ലയിൽ വന്നത് നമുക്കിവിടെ ഇൻഹാൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്തും ഒരു സൈക്കാട്രിസ്റ്റ് സോഷ്യൽ വർക്കർ ഉണ്ട്, സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട്, ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ട്, ആൻഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റും ഉണ്ട്. 2018 മുതൽ ഇവിടെ അത് വർക്ക് ചെയ്യുന്നു. ക്ലിനിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ഓട്ടിസം സെന്റർ പറയുന്നത് സ്ക്രീനിങ് ആണ്. ഓട്ടിസം ഉണ്ടോ ഇല്ലയോ നോക്കുക, ഏർലി ഡിറ്റക്ഷൻ അസസ്മെന്റ്സ്, കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ്, സൈക്കോ എഡ്യൂക്കേഷൻ, parental management therapy, behavior therapy, group therapy, awareness and sensitization program, academic skill improvement, daily living activities, speech language therapy, physiotherapy, developmental therapy. പറഞ്ഞു തന്നെ സ്റ്റാഫ് എന്തൊക്കെയാണുള്ളത്. പിന്നെ സ്പെഷ്യൽ ക്ലിനിക്സ് ഉള്ളത് അഫാസിയ ക്ലിനിക്സ്, മറ്റേണൽ ആൻഡ് ഇൻഫന്റ് മെന്റൽ ഹെൽത്ത് ക്ലിനിക്ക്, വിമൻസ് മെന്റൽ ഹെൽത്ത് ക്ലിനിക്ക്, ഡിസാസ്റ്റർ മെന്റൽ ഹെൽത്ത് യൂണിറ്റ്, ഫാമിലി തെറാപ്പി യൂണിറ്റ്, ഇതൊക്കെയാണ് സ്പെഷ്യൽ ക്ലിനിക്സ് ആയിട്ട് ഉള്ളത്. ഇനി PSW ടീം നമ്മൾ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചുകൊണ്ടാണ് PSW ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡോക്ടർ സീമ P. ഉത്തമനാണ് ഡിപ്പാർട്ട്മെന്റ് സൈക്കാട്രിക് സോഷ്യൽ വർക്കിന്റെ ഹെഡ്. മാഡത്തെ നിങ്ങൾ അറിയുമായിരിക്കും, സ്ഥിരമായിട്ട് മാസികകളിലൊക്കെ എഴുതുന്നയാളാണ്. പിന്നെ മാഡവും ഇംഹാൻസിൽ നിന്നാണ് MPhil പ്ലസ് PhD കഴിഞ്ഞത്. 5 വർഷമായിട്ട് ഇവിടെ ഇംഹാൻസിലുണ്ട്. പിന്നെ ഞാനാണ്. ഇനിയുള്ളത് ഡോക്ടർ രാകേഷ് ജി, സൈക്കാട്രിക് സോഷ്യൽ വർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. മിസ് എലിസബത്ത് K. തോമസ് സൈക്കാട്രിക് സോഷ്യൽ വർക്ക് ചെയ്യുന്നു.
ഈ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ ഇമെയിലിൽ വിളിക്കാം. ഇന്റേൺഷിപ്പിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇന്റേൺഷിപ്പ് നമ്മൾ ജനുവരി മുതൽ തുടങ്ങിയാണ്. തുടക്കത്തിൽ നമ്മൾ നേരത്തെ പൈസ അടച്ചിട്ട് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത്. അതിനല്ലാത്ത സീറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലാത്തവരെയും പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ, പറഞ്ഞോളൂ. താങ്ക് യു സർ. സർ, നമുക്ക് ഇന്റേൺഷിപ്പിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് എത്ര പേരെ അലോ ചെയ്യാം? നമുക്ക് നിലവിൽ നമ്മുടെ റൂൾ പ്രകാരം 2 പേരാണ്. നമ്മളത് അതും നമുക്ക് ഇപ്പോഴത്തെ കൗൺസിലിൽ നമ്മളത് വരുന്ന ഫസ്റ്റ് കം ഫസ്റ്റ് സർവീസ് സർവീസ് അല്ല, എല്ലാവരും ഒന്ന് പരിഗണിക്കണം. നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്നത് കൊണ്ട് സീറ്റ് അനുസരിച്ച് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു സർ. എന്തെങ്കിലും സംശയം ചോദിച്ചോളൂ. പേരുണ്ടോ നിങ്ങളുടെ ബാച്ചില്? അത് പുറത്തുനിന്നുള്ളവരുണ്ടോ? ഇല്ല സർ, നമ്മുടെ ബാച്ചിൽ 30 സ്റ്റുഡൻസേ ഉള്ളൂ. ബാക്കിയെല്ലാം പുറത്തുനിന്നാണ്. ഓക്കെ ഓക്കെ. ഇപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് ഇംഹാൻസിന്റെ എല്ലാ ചലഞ്ചസും എനിക്ക് പറയാൻ സാധിക്കത്തില്ല. ഞാനൊരു പുതിയ ആളാണ്. നമുക്ക് നമ്മളിനി അടുത്ത ഒരു വളർച്ചയുടെ കാലഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വന്നത് നമുക്ക് സ്റ്റൈഫൻഡ് കൊണ്ടുവന്നു. ഇനി നമ്മളൊരു ഹോസ്റ്റൽ ബിൽഡിംഗ് വരാൻ പ്ലാനുണ്ട്. അങ്ങനെ ഓരോ ഘട്ടമായിട്ട് വളർച്ചയാണ്. നമുക്കിവിടെ വരുന്ന കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് കുതിരവട്ടം GMHC ഗവൺമെന്റ് മെഡിക്കൽ സെന്ററിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസിന് പോകുന്നുണ്ട് ഇവിടുത്തെ MPhil ആൾക്കാർ പഠിക്കുന്ന കുട്ടികൾ. പിന്നെ നമുക്കൊരു NGOയുടെ പോലെ നമുക്ക് നമ്മുടെ ചലഞ്ചസ് ഒക്കെ പറയാൻ പറ്റത്തില്ല. നമ്മൾ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടേ. ഓക്കെ സർ. ചലഞ്ചസ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട് കേട്ടോ. എല്ലാം നമുക്ക് അങ്ങനെ അത് നമ്മൾ ഗവൺമെന്റ് സർവന്റ് എന്ന രീതിയിൽ നമ്മൾ ഗവൺമെന്റ് അക്വിസിഷൻ നിലയൊക്കെ വരും. നമ്മളത് ശ്രമിക്കുകയാണ് ഓരോ സൊല്യൂഷൻസിന് വേണ്ടിയിട്ട്. Any other question or clarification? ചോദിക്കുന്നുണ്ടോ? ക്രേസി ബോയ്സ് എന്നുള്ളൊരു ഇതിന്ന് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല, വ്യക്തമല്ല. വ്യക്തമല്ല. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. വോയിസ് പറയുന്നത് വ്യക്തം. ഗുഡ് മോർണിംഗ് സാർ. സാർ, നമുക്ക് അവിടെ ഇംഹാൻസിൽ നേരിട്ട് വന്ന് കാണാനും അതേപോലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും പറ്റും. ഇപ്പൊ ഓക്കെ. സാർ, അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ അതിന്റെ കൂടെ നമുക്ക് ഈ ക്ലാസ്സും മുന്നോട്ട് ഉണ്ടാകാൻ പറ്റുമോ? ഇപ്പൊ അടുത്തോണ്ടിരിക്കുന്ന നിങ്ങളുടെ ഏത് കോളേജിൽ നിന്നാണ് സംസാരിക്കുന്നത്? SNDP. പേരൊന്ന് പറയാവോ? എന്റെ പേര് അമ്രിൻ. ഓക്കെ. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ കോഴ്സ് പുതിയ കുട്ടിയായതുകൊണ്ടായിരിക്കും അത് അറിയാത്തത്. MSW കോഴ്സിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഫീൽഡ് വർക്കിന് നിങ്ങൾക്ക് ഈ ഫീൽഡ് പ്രാക്ടിക്കം നിങ്ങൾക്ക് ചെയ്യുന്നത്, ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഓരോ കോളേജ് മേ ബി കൺകറന്റ് ആയിട്ട് വിടും, അല്ലെങ്കിൽ ബ്ലോക്ക് പ്ലേസ്മെന്റ് എന്ന് പറയും. അപ്പൊ അത് നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സമയത്ത് നിങ്ങളുടെ കോളേജിലുള്ള ടീച്ചേഴ്സ് നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതിനുള്ളൊരു ടൈം ഉണ്ടാവും എല്ലാവർക്കും കൂടി. ആ ടൈമിലാണ് നിങ്ങളെ ഇന്റേൺഷിപ്പിന് പറഞ്ഞയച്ചത്. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. എനിക്ക് അത് അറിയാത്തത് കൊണ്ടാണ് ചോദിച്ചത്. അക്ഷര അമ്മു എംഫിൽ അഡ്മിഷന്റെ കാര്യങ്ങൾ കേസി വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാവോ? ഹലോ, അത് മ്യൂട്ട് ചെയ്തേക്കാവോ? ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? ഓക്കെ. എംഫിൽ അഡ്മിഷന്റെ കാര്യം, ഈ വർഷത്തെ അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്. നാളെയാണ് അവസാന തീയതി അപ്ലൈ ചെയ്യാനുള്ളത്. അത് എംഫിൽ ഇൻ സൈക്കാട്രി സോഷ്യൽ വർക്കും എംഫിൽ ക്ലിനിക്കൽ സൈക്കോളജിയും ഉണ്ട്. എനിക്കൊന്ന് ആപ്ലിക്കേഷൻ ഫീസ് കാര്യമെല്ലാം നമുക്ക് LBS ആണ് നടത്തുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസുമായിട്ട് അഫിലിയേറ്റ് ചെയ്തതാണ്. യൂണിവേഴ്സിറ്റി LBSനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾ ഓൺലൈനിൽ കയറി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് ലിസ്റ്റ് വരുമ്പോൾ കിട്ടണം. അതിന് PG ഇൻ സോഷ്യൽ വർക്ക്, മെഡിക്കൽ ആൻഡ് സൈക്കാട്രി സോഷ്യൽ സ്പെഷ്യലൈസേഷൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർ സീറ്റ് എത്ര സീറ്റാ ഉള്ളത് സൈക്കാട്രി സോഷ്യൽ വർക്ക്? 8 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, താങ്ക് യു. മാളവിക ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ നടന്ന ക്ലാസ് ഇനി ഒന്നുകൂടെ കേൾക്കാൻ സാധിക്കുമോ? ഈസ് ദിസ് എ റെക്കോർഡഡ് സെഷൻ? ഡു യു ഹാവ് എനി യൂട്യൂബ് ചാനൽ? റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, യൂട്യൂബ് ചാനലിലോട്ട് കണക്ട് ചെയ്തിട്ടില്ല. ഒന്ന് പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ റെക്കോർഡഡ് വേർഷന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. മാളവിക, താങ്ക് യു. സർ, ഈ ആക്സിഡന്റ് ഒക്കെ വരുമ്പോൾ ഹെഡ് ഇഞ്ചറി ആയിട്ട് കുറെ പ്രോബ്ലംസ് മെന്റലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി പ്രോബ്ലംസ് വരുന്നത് കാണാം. ഇപ്പോ ആക്സിഡന്റ് കേസുകൾ കുറച്ച് കൂടുതലായതുകൊണ്ട് ഇങ്ങനത്തെ കേസുകൾ കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ സാർ പറഞ്ഞു, ഇപ്പോ ചില പ്രോഗ്രാംസിൽ അങ്ങനത്തെ ആൾക്കാരെ എടുക്കുന്നില്ല. റിക്കവറി ആവാത്തതുകൊണ്ടാണോ സാർ? ശ്രദ്ധിക്കട്ടെ, റിക്കവറി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ റിക്കവറി റിസർച്ച് യൂണിറ്റ് എന്ന് പറയുന്നത് സൈക്കാട്രിക് പേഷ്യൻസിന് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. അതേപോലെ ട്രോമാറ്റിക് ഹെഡ് ഇഞ്ചുറി, ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടി സെപ്പറേറ്റ് ഉണ്ട്. നമ്മുടെ പ്രോജക്റ്റിലെ കാര്യമാണ് പറഞ്ഞത്. പ്രത്യേകം ശ്രദ്ധിക്കണേ, റോഡ് ആക്സിഡന്റ് വന്നിട്ട് ഹെഡ് ഇഞ്ചുറി വന്ന ആൾക്കാർക്ക് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റും ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റും ഉള്ള ഹോസ്പിറ്റലുകളിൽ അതിന് സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. നമ്മൾ ഇംഹാൻസിലെ സൈക്കാട്രിക് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റില് ഈ ഹെഡ് ഇഞ്ചുറി മൂലം വന്നിരിക്കുന്ന സൈക്കാട്രിക് പ്രശ്നം വന്നിരിക്കുന്ന ആൾക്കാരെ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബാംഗ്ലൂർ ഇംഹാൻസ് പോലുള്ള സ്ഥാപനങ്ങളിൽ സൈക്കാട്രിയും ഉണ്ട്, ന്യൂറോളജിയും ഉണ്ട്, ന്യൂറോ സർജറിയും ഉണ്ട്. അങ്ങനെ സ്ഥലങ്ങളിൽ അത് കൂടുതൽ നടക്കും. നമുക്കത് ഇല്ലാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും സംശയങ്ങള്? ഫണ്ടിങ് ഒക്കെ എങ്ങനെയാണ്? ഫുൾ ഗവൺമെന്റിൽ നിന്നാണോ? അതെ, നമ്മൾ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ അബ്സല്യൂട്ട് ഫ്രീ ആണ്. നിങ്ങളൊരു പേഷ്യന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു രൂപ പോലും ഇവിടെ മേടിക്കുന്നില്ല, എല്ലാം ഫ്രീ ആണ്. ഇതിന്റെ സംവിധാനം എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ളത്. ഇപ്പം പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയാൽ പോലും നിങ്ങളോട് 2 രൂപയോ 1 രൂപയെങ്കിലും നിങ്ങളോട് രജിസ്ട്രേഷൻ ഫീസായിട്ട് വാങ്ങിയിരിക്കും. ഇവിടെ അതില്ല. നിങ്ങൾക്ക് ഒരു സോഷ്യൽ സ്റ്റുഡൻസ്, സോഷ്യൽ വർക്ക്, ബഡിംഗ് സോഷ്യൽ വർക്കേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഏതെങ്കിലും കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് എന്തെങ്കിലും സൈക്കാട്രിക് പ്രശ്നമുണ്ട്, അവർക്ക് ഇവിടെ വരാൻ സാധിച്ചിട്ടുള്ളവരാണെങ്കിൽ, ഞാൻ സൗത്ത് കേരളയിലേക്ക് ട്രിവാൻഡ്രം കൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല, ഈ മലബാർ റീജിയനിലുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വരിക, അവരുടെ ട്രീറ്റ്മെന്റ് കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യങ്ങളിൽ. കാരണം കുട്ടികളാണ്, അവരുടെ പേരൻസുമാണ് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ മെന്റൽ റിട്ടാർഡേഷൻ വരെ അത് ക്യൂർ ചെയ്തു തരാമെന്ന് പറഞ്ഞ ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ സമയത്ത് ഇവിടെ വന്ന് ഒരു പ്രോപ്പർ അസസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. മാതാപിതാക്കൾക്കും അത് വളരെ ഉപകാരപ്പെടും, കുട്ടികൾക്കും ഉപകാരപ്പെടും. ഒരു മുഴുവൻ ഗവൺമെന്റ് സപ്പോർട്ടോടെയാണ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? Okay, thank you very much, sir. For the official vote of thanks, I'm inviting Christy Babu of first MSW. Christy, please. Ma'am, am I audible? Yes, Christy. Okay, ma'am. Respected key speaker, Dr. Jobin Tom, Assistant Professor, Department of Psychiatric Social Work, Institute of Mental Health and Neurosciences, IMHAN, and our beloved Shubita ma'am, HOD of Mercy College, and our mentors, Anupama ma'am and Subhadra ma'am, and my dear friends. It's my privilege to have been asked to propose vote of thanks in the occasion.
I, Christy Babu, on behalf of MSW Department, Mercy College and entire Mercians, would like to extend a very hearty vote of thanks to Dr. Jobin sir for sparing his precious time out of his difficult schedule. Thank you, sir. I would like to express my sincere gratitude to Shubhita ma'am, Anupama ma'am and Subhadra ma'am for conducting such informative section. Last and most importantly, big thanks to my dear fellow Mercians and other participants for being a part of this section. Thank you all for joining. Have a great day. Thank you. Thank you, everyone. So tomorrow, our next webinar is on human rights and transgender people. Time 11 a.m. Thank you. See you all.